അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മെ വളരെയധികം വേട്ടയാടുന്ന ശത്രുശല്യത്തിൽ നിന്ന് മുക്തമാവാനും ശത്രുക്കൾക്ക് എതിരെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കാനും വേണ്ടി ഉതകുന്ന അതിമനോഹരമായ, വളരെ ലളിതമായ, എന്നാൽ വലിയ അർത്ഥങ്ങളുള്ള, വലിയ ഫലമുള്ള ഇസ്മിനെക്കുറിച്ച് പറയാനാണ്, പഠിപ്പിക്കാനാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. ഇത്തരം അറിവുകൾ നിങ്ങൾ തുടർന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെന്നും ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. പ്രിയപ്പെട്ടവരെ, ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ, മനുഷ്യ സന്തതികളെല്ലാം മിത്രങ്ങളാണ്. നമ്മൾ എല്ലാം മുഅ്മിനീങ്ങൾ പ്രത്യേകിച്ച് ഒരു കെട്ടിടം പോലെയാണ്. ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം, ഒരു കല്ല് മറ്റേ കല്ലിനെ, മറ്റേ ഭിത്തിക്ക് ഫലം നൽകുന്ന പോലെയാണ്. നാം പരസ്പരം കൈകോർത്ത് സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയേണ്ടവരാണ്. പക്ഷേ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് പലപ്പോഴും നമുക്ക് ശത്രുക്കളുണ്ടായി മാറുന്നു. അല്ലാഹു അത്തരം അവസ്ഥയെ തൊട്ട് നമ്മെ കാക്കട്ടെ. എപ്പോഴും നാം പ്രാർത്ഥിക്കേണ്ടത് അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും, കണ്ണേറുകാരുടെ കണ്ണിൽ നിന്നും, അതേപോലെ പൈശാചികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും, നുണയന്മാരുടെ നുണയത്തൊട്ടും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മോചനം നൽകണേ എന്നുള്ളതാണ്. പക്ഷേ കാലം മാറി, വളരെ അവസ്ഥകളെല്ലാം ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വീടിനുള്ളിൽ തന്നെ പരസ്പരം സഹോദരന്മാർ, സഹോദരിമാർ പലതിൻ്റെയും പേരിൽ അനാവശ്യമായി ഈഗോ, അനാവശ്യമായ ശത്രുതകൾ വളർന്നു വരുന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ്. അതുകൊണ്ട് നാം ആദ്യമേ സ്നേഹബന്ധത്തെ, കുടുംബ ബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, ഏറ്റവും നല്ല ഇണക്കത്തിലും സ്നേഹത്തിലും കഴിയുന്നവർ ശത്രുക്കളായാലാണ് നമുക്ക് ഏറ്റവും വലിയ ദുരിതങ്ങൾ കടന്നു വരിക. നാം ആരോടും ശത്രുത ഒന്നാമത് നാം വെക്കാതെ നാം ശ്രദ്ധിക്കുക. രണ്ടാമത്, ശത്രുക്കളുടെ ശല്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും വഴിവിട്ട രീതിയിലുള്ള അക്രമങ്ങൾക്കോ അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കോ വാക്കുപ്രയോഗങ്ങളിലേക്കോ നാം പോവാതിരിക്കുക. അതുകൊണ്ട് കേട്ടറിവിൻ്റെയോ അഭ്യൂഹങ്ങളുടെയോ പേരിൽ ജനങ്ങളെ മനസ്സിലാക്കാതെ പരസ്പരം ഇരുന്ന് പരസ്പരം നാം ശത്രുതകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. ഇനി നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ ആർക്കെങ്കിലും ഇടയിൽ അങ്ങനെ ശത്രുത വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വമനസ്സാ മുന്നോട്ട് വന്നുകൊണ്ട് അവർക്കിടയിൽ രഞ്ജിപ്പ്, സൗഹൃദത്തിൻ്റെ വലയം സൃഷ്ടിക്കാനും അവരെ യോജിപ്പിക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത്. രണ്ടുപേരെ പരസ്പരം കത്തിക്കൊണ്ട് മുറിക്കാനല്ല, വേർപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. മനുഷ്യബന്ധങ്ങൾക്കിടയിൽ ശൈഥില്യങ്ങൾ ഉണ്ടാക്കുന്നത് ദീനിൻ്റെ വിഷയത്തിൽ വളരെ വലിയ തെറ്റാണ്. അതുകൊണ്ട് സൗഹാർദ്ദമായിരിക്കണം നമ്മുടെ എല്ലായിടത്തെയും വഴി. നിത്യജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു, അതൊക്കെ ശത്രുശല്യമാണെന്ന് വിചാരിക്കുന്ന ഒരു മനസ്സും നാം ആദ്യം മാറ്റിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഖളാ ആണ്, ഈ പരീക്ഷണമാണ്, പരീക്ഷണത്തിൻ്റെ ലോകമാണ് ഈ ദുനിയാവ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് വരുന്ന ദുരന്തങ്ങളെല്ലാം ശത്രുക്കൾ ഉണ്ടാക്കി വെക്കുന്നതാണെന്ന് ചിന്തിക്കുന്നതും നാം നിർത്തണം. മറ്റൊന്ന് കാര്യം പറയാനുള്ളത്, ശത്രുക്കളുടെ ശല്യം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വഴിവിട്ട ആഭിചാര ക്രിയകളിലേക്ക്, സിഹിർ മാരണങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്ന ഒരവസ്ഥ ഇന്ന് പലപ്പോഴും കാണുന്നുണ്ട്. വളരെ വേദനാജനകമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും ഒരു കണക്കൻ്റെ അടുത്ത് പോകരുത്. നമുക്ക് പരിശുദ്ധമായ ഖുർആനിൻ്റെ തിരുസുന്നത്തിലൊക്കെ ഉണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഇഹപര ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ബഹുദൈവ ആരാധനയുടെ പിന്നാലെ പിശാചുക്കളുടെ സഹായം തേടി സ്വന്തം കൂടപ്പറപ്പിനെതിരെ ഒരിക്കലും പ്രയോഗിക്കല്ല സുഹൃത്തെ. അതുകൊണ്ട് സിഹിറിനെ പോലുള്ളൊന്നും ചിന്തിക്കരുത്. മാത്രവുമല്ല, വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇനി ശത്രുക്കളുടെ ശല്യം നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരവസ്ഥയാണെങ്കിൽ ഇനി പറയുന്ന ഈ ഒരു ഇസ്മിനെ നിങ്ങൾ 1000 തവണ ഓരോ ദിവസവും ചൊല്ലുക. അങ്ങനെ 7 ദിവസം പൂർത്തിയാക്കിയതിന് ശേഷം റബ്ബിനോട് ദുആ ചെയ്യുക. ദുആ ചെയ്യുമ്പോഴും എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത്, മഹാരഥന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, ഒരിക്കലും ഒരാൾക്കെതിരെ അയാൾ നശിച്ചു കാണണം, അയാൾ ഇല്ലാതാവണം, അയാൾ എന്നേക്കുമായിട്ട് ഇല്ലാതാവണം എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ ശത്രുവും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവരുടെ ഷെറിൽ നിന്ന്, അവരുടെ അദാബിൽ നിന്ന്
അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് റബ്ബേ നീ കാക്കണേ എന്നാണ്. അപ്പോൾ അവരുടെ ഈ ചൊല്ലുന്നത് ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ തീർച്ചയായും അതിന് ഫലം ഉടനെ തന്നെ ഉണ്ടായിരിക്കും. അനവധി നിരവധി ആയിരക്കണക്കിന് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ വിഷയങ്ങളിൽ അറുതി ലഭിച്ച ഒരു വലിയ മരുന്നാണ് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യാ മുദില്ലു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ് എന്ന ഇസ്മിനെ 1000 തവണ നിങ്ങൾ ചൊല്ലുക. ചൊല്ലിയിട്ട് ഞാൻ പറഞ്ഞ പ്രകാരം 7 ദിവസം പൂർത്തിയാക്കി ചൊല്ലിയതിനു ശേഷം റബ്ബിനോട് ദുആ ചെയ്യുക. തീർച്ചയായും ഫലം കിട്ടിയിരിക്കും.